എല്ലാവരും ഉദ്ഘാടന പ്രോഗ്രാമിന് വേണ്ടി ഹാളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിഥികളായിട്ടുള്ള ടി മോഹൻ, മാസ്റ്റർ, കെ അഷ്റഫ്, മുസ്തഫ മുഹമ്മദ്, ശ്രീജിത്ത്, കെ അബ്ദുൽ ഗഫൂർ, മാസ്റ്റർ, ഓഫീസർ ആലാമുദ്ദീൻ, അനീഫ വാലക്കൽ, അബ്ദുൽ ശിശിർ, അബ്ദുൽ റസാഖ് മാസ്റ്റർ എന്നിവർ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനു വേണ്ടി ശ്രേയ മോഹനെ ക്ഷണിക്കുന്നു. സീഡ് ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സ്നേഹം മോഹൻ. പ്രാർത്ഥനയോട് നമ്മുടെ കാര്യപരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രാർത്ഥന ആലപിക്കാൻ ശ്രേയയെ ക്ഷണിക്കുന്നു. മാറഞ്ചേരിയുടെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പ്രിയദർശിനി സോഷ്യൽ കൾച്ചറൽ സെന്ററിൻ്റെ 10ാം വാർഷിക ആഘോഷവേദിയിലാണ് നാം ഇവരും. ഈ ചടങ്ങിനെത്തിയ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി സ്നേഹധരണി 2024 എന്ന ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായ പ്രിയങ്കരനായ നമ്മുടെ ഷെരീഫ് മാസ്റ്ററെ സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ്.
ഏറെ ആദരണീയരും ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, പ്രിയദർശിനിയുടെ 10ാം വാർഷികാഘോഷം എന്ന രൂപത്തിലാണ് നമ്മളിവിടെ കൂടി വിപുലമായ പ്രോഗ്രാമുകളോടുകൂടി നടത്താൻ ആലോചിച്ചു. കഴിഞ്ഞ 10 വർഷമായി ചിട്ടയായ കൃത്യമായ അടയാളപ്പെടുത്തലുകളിലൂടെ മാറഞ്ചേരിക്കാർക്കിടയിൽ അല്ലെങ്കിൽ മാറഞ്ചേരിക്കാർക്കിടയിലൂടെ ആഗോള മലയാളികൾക്കിടയിൽ സ്ഥാനം പിടിച്ച ഒരു സാംസ്കാരിക സംഘടനയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ. മാറഞ്ചേരി ആസ്ഥാനമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ മുന്നോട്ട് പോവുകയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഏറെ കാണാതെ പോകുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ മറന്നു പോകാറുണ്ട്. അതിനാരും കുറ്റക്കാരല്ല. രാഷ്ട്രീയത്തിലുള്ള അമിതമായ നമ്മുടെ ആവേശം, അമിതമായ നമുക്കതിനുള്ള കടപ്പാടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വലിയ മൂല്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശീയ നേതാക്കളുടെയും ബഹുസ്വരത, ഇന്ത്യയുടെ ബഹുസ്വരത, അതാണ് രാജ്യത്തിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഏറ്റവും വലിയ മുഖമുദ്ര. ഇത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വേദിയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഭവനരഹിതർക്ക് ഭവനമാകാം, അശനർക്ക് അത്താണിയാകാം, കുടിവെള്ളമാകാം, വിദ്യാഭ്യാസ സഹായമാകാം, രോഗികൾക്ക് കൈത്താങ്ങാകാം, അങ്ങനെ എന്തു ആവട്ടെ, അത് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വേറെ ഒന്നും നോക്കാറില്ല. കുടിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു പരിഗണനയും നമ്മൾ നോക്കാറില്ല. മനുഷ്യത്വം എന്ന സാരം, അതിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മുന്നോട്ട് പോകുന്നത്. എല്ലാ സംഘടനകൾക്കും ഒരു മാതൃസംഘടനയും അതിനോട് അമിതമായ ആവേശമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നമുക്കും അങ്ങനെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ബഹുസ്വരത, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരു മാലയിലെ മുത്തുമണികളെ പോലെ തന്നെ ആയിരിക്കണം എന്ന് ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് പ്രിയദർശിനി മാറഞ്ചേരിയിലെ കാഴ്ചവെച്ചത്. ഏറെ അഭിമാനത്തോടെ പറയാൻ കഴിയും, നമുക്ക് മുന്നിൽ വരുന്ന, പ്രിയദർശിനിക്ക് മുന്നിൽ വരുന്ന എന്ത് ആവശ്യമായിക്കൊള്ളട്ടെ അതിനെ പരിഗണിക്കാൻ നാം നോക്കാറ് മനുഷ്യത്വം എന്ന് പറയുന്ന അത് മാത്രമാണ്. ഇതിനെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഇവിടെ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളോ മാത്രമല്ല നമ്മളെ സഹായിക്കാറ്. മാറഞ്ചേരിക്കകത്തുള്ള, മാറഞ്ചേരിക്ക് പുറത്തുള്ള, കേരളത്തിനകത്തുള്ള, കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ നന്മ കേട്ടറിഞ്ഞുകൊണ്ട്, നമ്മുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയദർശിനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വഴി തെറ്റിപ്പോകില്ല, അത് യഥാർത്ഥ സ്ഥലം എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറിച്ച് പറയേണ്ടത് അത്തരത്തിലുള്ള, അതിപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, ഏറെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അതിരറ്റ അഭിമാനത്തോടും കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ഇനി ഒരു അജോട്ടം പറഞ്ഞത് നമ്മുടെ ഉദ്ഘാടനമായി എത്തിയിട്ടുള്ള സെന്റ് വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് സാധാരണ നമ്മൾ 10 മണി അറിയാൻ 10 അജോട്ടം നേരത്തെ വന്ന് സ്റ്റേജിൽ കയറി പരിപാടി നമ്മൾ ആരംഭിക്കാം. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് നമുക്കൊക്കെ ഏറെ പരിചയമായിക്കൊണ്ടുള്ള ഡോക്ടർ സലീം. അവിടെ പറഞ്ഞു നിർത്താൻ സാധിക്കില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു ഡെസിഗ്നേഷൻ നമുക്ക് കേട്ടിട്ടുണ്ടാകാം, ചിലർക്ക് അറിയാം, അറിയാതെ.
അത് ഇന്ത്യൻ ബ്യൂറോക്രസിയിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമായിരുന്നു. അദ്ദേഹം അത് മാറ്റിവെച്ചു. സുഖലോലുപതയിൽ ഉദ്യോഗസ്ഥ മേഖലയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അവസരം അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ട് പൊതുജന സേവന രംഗത്ത് ജനങ്ങൾക്കൊപ്പം ഇറങ്ങി തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തുറന്നിട്ടുള്ളത്. നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആളുകളെ അത്തരത്തിലുണ്ടായിരിക്കുകയുള്ളൂ. അത് മഹാമനസ്കതയാണ്. ഇടുങ്ങിയ മനസ്സോ ചെറിയ മനസ്സോ നമ്മളൊക്കെ നമ്മിൽ തന്നെ അടിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എന്നുള്ളതിലേക്ക് നമ്മളൊക്കെ ചുരുങ്ങി കഴിഞ്ഞിരിക്കുക. അപ്പുറത്തേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ സമയമില്ല, അത്രയും ധൃതിയാണ്. ആ കാലഘട്ടത്തിലാണ് സരിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, അപൂർവമായ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. ഏറെ സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ പ്രിയദർശിനിക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ ഖാദർ ഏനി ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം 10 വർഷമായിക്കൊണ്ട് അദ്ദേഹം പ്രിയദർശിനിയുടെ ചെയർമാനായിട്ട് തുടരുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതപൂർവമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ദീർഘവീക്ഷണങ്ങൾ പ്രിയദർശിനിക്ക് എന്നും ഒരുപാട് സഹായകരമായിട്ടുണ്ട്. അത് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുഖ്യ പ്രഭാഷകനായി എത്തിയിട്ടുള്ളത് PT അജയ് മോഹനാണ്. കുറെ പറയാനുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നു. വേണ്ട, എനിക്ക് പറയാൻ ഇഷ്ടം അദ്ദേഹത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് പറയാനാണ്. PT മോഹനകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കാണുന്ന മുതൽ പിന്നീട് കണ്ടും കേട്ടും പരിചയിച്ചും അറിഞ്ഞൊക്കെ തിരിഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. പാറഞ്ചേരിയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. തണ്ണീർപ്പന്തൽ എന്നായിരുന്നു നമ്മുടെ പേര്. കിഴക്ക് നിന്ന് ചുവടുമായി മുളയങ്കോട്ടേക്ക് പോകുന്നവർക്ക്, നാട്ടിലെ നന്മ നിറഞ്ഞ ആളുകൾ കുടിവെള്ളം ഒരുക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി, കുടിവെള്ളവും വിശ്രമവും. അങ്ങനെയാണ് മാറഞ്ചേരിക്ക് തണ്ണീർപ്പന്തൽ എന്ന പേര് പഴയ കാലത്ത് വന്നത്. മാറഞ്ചേരിയിലെ പയ്യപ്പള്ളി മോമുണ്ടി സാഹിബ്, തൊട്ടപ്പുറത്ത് മോഹനേട്ടനും, അപ്പുറത്ത് ഗുളാടി ഗോവിന്ദൻകുട്ടിയും, അപ്പുറത്ത് കാട്ടുമാടവും, ഇപ്പുറത്ത് പെരുമ്പടപ്പിലെ കുഞ്ഞുമൻ മുസ്ലിയാരും, അങ്ങനെയുള്ള വളരെ വിശാലമായിക്കൊണ്ടുള്ള ചരിത്രം പറയാൻ മാറഞ്ചേരിക്കുണ്ട്. അതിൽ ഒന്നാമത് നിൽക്കുന്ന വ്യക്തിത്വമാണ് PT മോഹനകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയായിട്ടുള്ള വ്യക്തിത്വമാണ് PT അജയ് മോഹൻ. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. സ്വാഗതം പറഞ്ഞു മുസ്തഫ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് 100 ഇതിന്റെ ട്രഷറർ, ഞങ്ങളുടെ DCC സെക്രട്ടറി TK അഷഫ്, നസീർ മാസ്റ്റർ, വൗക്ക തുടങ്ങിക്കൊണ്ടുള്ള എല്ലാവരെയും, നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയത്തോട് സലാവുക്ക. ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ചില പ്രത്യേക അച്ചീവ്മെന്റ്സ് നേടിയവർക്കുള്ള ഒരു പുരസ്കാര വിതരണം കൂടിയുണ്ട്. സലാവുക്ക KSUയിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് പ്രിയദർശിനോടൊപ്പം സഞ്ചരിച്ച് ഇന്ന് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന ട്രഷറായിക്കൊണ്ട് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ തന്നെ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന സലാവുക്കയും ഏറെ ഹൃദ്യമായിക്കൊണ്ട് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട ഖാദർ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയദർശിനി കൾച്ചർ സെന്ററിലെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അധ്യക്ഷൻ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നതായാലും നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ സജീവ് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടതിനാൽ അദ്ദേഹത്തെ പ്രധാനപൂർവ്വം ഈ പരിപാടിയുടെ നിർവഹിക്കാൻ ക്ഷണിക്കുകയും പ്രിയപ്പെട്ട ഡോക്ടർ സജീവ്
ഡോക്ടർ സരി ഔദ്യോഗിക രംഗത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്കും കേരള ജനതയ്ക്കും വഴികാട്ടിയാകുവാനും മാർഗദർശിയാകുവാനും വേണ്ടി നമുക്ക് നൽകിയ അത്ഭുത പ്രതിഭാസം ഡോക്ടർ സരി, പ്ലീസ്. അച്ചുവേട്ടൻ പാവം നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അതിന് ഞാനും അച്ചുവേട്ടനും അനുഭവിക്കുന്ന ടെൻഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവം അച്ചുവേട്ടൻ ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ അവർകളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വയനാട് ബൈ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് UDF നടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയാണ് നമ്മുടെ അവിടുത്തെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല. അതെ, പിന്നെ ഒരു ചെറിയ അപകടം, അതിലേക്കാണ് ചെറിയ അപകടം കൂടി സംഭവിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇടയിൽ അതും കൂടി സംഭവിച്ചു. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റില്ല എന്ന് ഇന്നലെ അറിയിച്ചപ്പോഴാണ് അടുത്ത സെഷൻ ഉദ്ഘാടനം ചെയ്താൽ ഞാൻ മുൻകൂട്ടി നേരത്തെ വരണമെന്ന് തീരുമാനിക്കപ്പെട്ടത്. അപ്പോൾ അജോട്ടൻ വിചാരിച്ചു നിങ്ങളൊക്കെ സമയം പറഞ്ഞാൽ സമയം പാലിക്കും. 9:30 ആ മനുഷ്യൻ വിചാരിച്ചു. അപ്പോൾ 9:30 പറഞ്ഞാൽ 10 മണിക്കെങ്കിലും തുടങ്ങുമല്ലോ എന്ന് വിചാരിച്ചു ഞാനും. അങ്ങനെ ഇവിടുന്ന് പോയാൽ ഒരു 10:45 എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, 10-20 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യം വന്ന് അവിടെ പോവാമെന്ന് പറഞ്ഞ് അവരെയും വൈകിപ്പിച്ചു. ഇവിടെ ഒട്ട് തുടങ്ങുമില്ല അവസ്ഥയായപ്പോഴാണ് നമുക്കിത് തുടങ്ങി വെക്കണം. നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ ആളുകൾ എത്തിച്ചേരാനുള്ള ഒരു വൈമനസ്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രിയദർശിനി എന്നുള്ള പേര് ഇവിടുത്തെ മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക പേരായി മാറിക്കഴിഞ്ഞതാണ്. ഈ ഹോള് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നിറയും എന്നുള്ളതിനൊരു സംശയവും ഇല്ല. ഇന്ന് നമ്മളിപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട അമലാശുപത്രിയുമായി സഹകരിച്ച് അതിൻ്റെ എല്ലാം അവിടെ അതിൽ സജീവമായി നിൽക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ നമുക്ക് ഈ 10ാം വാർഷികം ഉദ്ഘാടനം ചെയ്യണം. ഇന്ന് വനിതാ സംഗമം നടക്കുന്നുണ്ട്, പ്രവാസി സംഗമം നടക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ വലിയ ഗാനമേള തന്നെയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇന്നൊരു ആഘോഷവും ഉത്സവവുമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കൾച്ചറൽ സെന്റർ എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി നാമധേയത്തിലുള്ള കോൺഗ്രസിന്റെ മനസ്സുള്ള സകല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന മാറഞ്ചേരി പഞ്ചായത്തിൽ നിന്നുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ സംഘടന ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം മുഴുവൻ പ്രിയദർശിനി കുടുംബാംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ 10 വർഷമായതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള 10 വർഷം എന്താണ് എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിൻ്റെ തുറന്ന ചർച്ചയിൽ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മിടുക്കരായ ചെറുപ്പക്കാരെ കണ്ടെത്തി വളർത്തിയെടുക്കലും ഒക്കെയാണ് ഒരു സംഘടനയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയദർശിനി എന്നുള്ളത് വലിയൊരു കുടുംബമായി മാറഞ്ചേരിയിലെ കോൺഗ്രസിനോളം ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ വലിയൊരു കുടുംബമായി. കാരണം ആ പേരിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പ്രിയദർശിനി എന്നുള്ള പേര് കോൺഗ്രസ്സുകാർ മാത്രമല്ല ആരാധിക്കുന്നത് എന്ന് ഇവിടുന്ന് ജയിച്ചു പോയ ഒരു MP രാഷ്ട്രമാതാവ് എന്ന് പ്രിയദർശിനിയെ വിളിച്ചപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി. കഷ്ടപ്പെട്ട് MP ജയിപ്പിച്ച ശേഷം ആ MP പറയാണ് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ K. കരുണാകരനാണ് എന്നും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് അദ്ദേഹമാണ് എന്നും പറയുകയും റിയൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇന്ത്യയിലെയും ഈ കാണുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന സൂപ്പർ പവറായി കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെയും യഥാർത്ഥ ശില്പി ഇന്ദിരാമയാണ് എന്നുമൊക്കെ പറയുന്നത് തൃശ്ശൂർ തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു MP ആണ്. ആ MP പറഞ്ഞതുകൊണ്ട് നമുക്കതിൻ്റെ മഹത്വം ഇങ്ങോട്ട് തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ MP-യുടെ നാവിൽ പോലും പ്രിയദർശിനിയുടെ പേര് വരികയാണെങ്കിൽ, ഇന്ദിരയുടെ പേര് വരികയാണെങ്കിൽ കോൺഗ്രസ് എന്തായിരുന്നു എന്നും കാലഘട്ടത്തിലൂടെ കോൺഗ്രസ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയെ വീണ്ടും വീണ്ടും കണ്ടെത്തി കരുത്താർജിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഒക്കെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീകൃഷ്ണ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഷാഫി അവിടെ ബന്ധപ്പെട്ടപ്പോൾ വിളിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് യൂത്ത് കോൺഗ്രസിന്റെയും ഈ അസംബ്ലിയിലെ ഈ ഭാഗത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടവർ. അവർക്ക് രണ്ടുപേരും ചെറുപ്പക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മാർഗനിർദ്ദേശമായി നിൽക്കുന്നവരുടെ നീണ്ട നിര ഈ വീതിയിലും സദസ്സിലും അല്ലാതെ ഒക്കെ. അപ്പോൾ വലിയ പോസിറ്റീവായിട്ടൊരു മാറ്റമാണ്. 2 ചെറുപ്പക്കാർ നയിക്കുന്ന കോൺഗ്രസ് അതിന് വഴി നടക്കാൻ വേണ്ടി പ്രിയദർശിനിയുടെ പേരിലുള്ള കൾച്ചറൽ സെന്റർ, മറ്റ് സാംസ്കാരിക കൂട്ടായ്മകൾ ഒക്കെ ചേർന്ന്
ഈ പഞ്ചായത്തിനെ വളരെ മികച്ച രീതിയിൽ കോൺഗ്രസിൻ്റെതായ ഒരു അടിത്തറയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് അതിൻ്റെ മുകളിൽ ഇനി എന്താണ് കെട്ടിപ്പൊക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. ഇപ്പൊ 10ാം വാർഷികം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 2014 നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ചിന്തയാണ് ഈ സംഘടന ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ വെറുതെ തിരിച്ചു വായിച്ചെടുക്കുകയാണ്. ഒരു പക്ഷേ ആയിരിക്കാം ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസിന് സംഭവിച്ച തട്ടുകേടിൽ പരിതപിക്കുന്ന ഈ പ്രദേശത്തെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചായിരിക്കും ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പൊ അവർക്ക് തോന്നി നമുക്ക് ഇവിടെ ഒരു കൾച്ചറൽ ഫോറം എന്നുള്ള പേരിൽ എല്ലാവരെയും കൂട്ടിപ്പിടിക്കാവുന്ന ഒരു ഇടം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ടാണ് 2014 തുടങ്ങിയ ആ സംഘടനയ്ക്ക് 2024 10ാം വാർഷികം വരുന്നത് എന്നുള്ളതാണ് ഞാൻ പുറകോട്ട് വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം 10 വർഷമായി നമ്മൾ നിരന്തരം നടത്തുന്നു. ഈ ഒരു ടേമിലും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും എങ്ങനെയാണ് അധികാരത്തിന് പുറത്തുനിന്ന് ഒരു രാജ്യത്തിന്റെ മനസാക്ഷിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിയന്ത്രിക്കേണ്ടത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിലും വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പേര് കേവലം 2 വാക്കുകളല്ല എന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള 2 മന്ത്രങ്ങളാണ് എന്നും ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം 3 ആഴ്ച തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും രാജ്യത്ത് സംഭവിക്കുന്ന അനഭിലഷണീയമായ കാര്യങ്ങൾ, കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് സർക്കാരിനെ കൊണ്ട് ഭരണകൂടത്തെ ഉത്തരം പറയിപ്പിക്കാൻ പാവം കൊച്ചുമക്കളുടെ 12ാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ പഠനത്തിന്റെ വിവിധ മേഖലകൾ തേടുന്നവർക്ക് മത്സര പരീക്ഷകൾ നടത്തി മികച്ചവരെ മാത്രം തിരഞ്ഞെടുക്കുന്നതിന് പകരം പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ലീക്ക് ചെയ്തുപോയും ബോധപൂർവ്വം ചോർത്തി കൊടുത്തുമൊക്കെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ അട്ടിമറി നടത്തിയുമൊക്കെ ആളുകളെ തിരികെ കയറ്റുന്ന സംവിധാനമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള NTE എന്ന് പറയുന്ന നീറ്റ് പരീക്ഷ നടത്തുന്ന, ഒരുപക്ഷെ UGCയുടെ നെറ്റ് പരീക്ഷ നടത്തുന്ന കേരളത്തിലെയും ഈ അടുത്ത പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ നടത്താൻ നിയോഗിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ പരീക്ഷാ ഏജൻസി കേരളത്തെയും രാജ്യത്തെയും മാത്രമല്ല ഈ നാട്ടിലെ സകല ജനങ്ങളെയും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ ക്ഷമ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധി. പരീക്ഷ നടത്തിപ്പ് സംവിധാനത്തിന്റെ ചെയർമാൻ ഇന്ന് രാജ്യത്തേക്ക് വന്നു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇവരെ രണ്ടുപേരെയും മാറി ചൂഷണം ചെയ്യുന്ന അവനവന്റെ സൗകര്യത്തിനും അവനവന്റെ അധികാര പരിധിക്ക് ചുമപ്പെടുത്തി നിൽക്കുന്നവരെ മാത്രം തിരികെ കയറ്റാൻ ഇന്ത്യയിലെ വ്യത്യസ്തമായ അക്കാഡമിക് സംവിധാനങ്ങളെ വളച്ചൊടിക്കുന്ന സംവിധാനമായി NTE മാറിയ സമയത്താണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. റെയിൽവേ സുരക്ഷ, അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന റെയിൽവേ മന്ത്രി, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ആ പ്രശ്നങ്ങളെ ഒന്നൊന്നായി രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അതിനുത്തരം കണ്ടെത്തുക എന്നുള്ള വലിയ നിയോഗമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഈ വരുന്ന കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള പേരിനും അപ്പുറം ഇന്ന് NDA എന്ന് പറയുന്ന സഖ്യകക്ഷിയുടെ ആ മുന്നണിയുടെ വെറും ഒരു നേതാവ് മാത്രമായി നരേന്ദ്രമോദിയെ ചുരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം ജനങ്ങൾ കയ്യേൽപ്പിക്കേണ്ടത് ആരെയെന്ന് ആവർത്തിച്ച് പരിശോധിച്ച് തെളിഞ്ഞു വരുന്നതിന്റെ തെളിമയുള്ള ഒരു ജനാധിപത്യ ബോധത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയുടെ ഒക്കെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനവും ഇനി അങ്ങോട്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഈ പ്രദേശത്തെ ഏകോപിപ്പിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മറ്റ് സംഘടനകളും എല്ലാം കൂടി ചേർന്നാണ് എന്നുള്ളതിന്റെ വലിയൊരു സൂചന കൂടിയാണ് പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ 10ാം വാർഷികാഘോഷത്തിൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വലിയ കുടുംബമായി മാറണം. സ്ത്രീകളെയും കുട്ടികളെയും സ്വന്തം കുടുംബാംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കുടുംബം എന്നാൽ കോൺഗ്രസ് ആണ് എന്നുള്ള സംസ്കാരത്തിലേക്ക് ഈ രാജ്യത്തിനെ
തിരികെ കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമായിരിക്കണം മാറഞ്ചേരി മുന്നോട്ട് വെക്കേണ്ടത്. ഇത് സവിശേഷമായ ഒരു പ്രദേശമാണ്. ഈ പഞ്ചായത്തിന്റെ അതിർത്തികൾ പങ്കിടുന്നത് മറ്റ് 2 ലോക്സഭകളാണ്. ഒരു അതിർത്തിയിൽ നിൽക്കുന്നത് തൃശൂർ ലോക്സഭയാണ്, മറ്റൊരു അതിർത്തിയിൽ നിൽക്കുന്നത് കുന്നംകുളം പ്രദേശമായിട്ടുള്ള ആലത്തൂർ ലോക്സഭയാണ്. ഈ 2 ലോക്സഭകളിലും കോൺഗ്രസിന് ഇത്തവണ നഷ്ടം സംഭവിച്ചു. 2 ലോക്സഭകളിലാണ് കോൺഗ്രസിന് നഷ്ടം സംഭവിച്ചത്. ബാക്കി 18 ജയിച്ചപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത 2 ലോക്സഭാ മണ്ഡലങ്ങളായ ആലത്തൂരും തൃശൂരുമാണ് പരാജയപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം അത് പൊന്നാനി ലോക്സഭയിലും പൊന്നാനി അസംബ്ലിയിലും മാറഞ്ചേരി പഞ്ചായത്തിലും മാത്രമല്ല, നിങ്ങൾക്ക് തൊട്ടുകിടക്കുന്ന ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളുടെ പഞ്ചായത്തുകളിലും മാറഞ്ചേരിയിലെ ഇന്ദിരാ കൾച്ചറൽ സെന്ററിന്റെ, പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ട് കോൺഗ്രസിനെ തിരികെ പിടിക്കാൻ ഒരു സംഘടനയെങ്കിൽ പുതിയൊരു സംഘടന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കൊരു നിമിത്തമാവാൻ സാധിക്കുന്നു എങ്കിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് സമ്പൂർണ്ണമായി കേരളത്തിൽ കോൺഗ്രസ് പാർലമെന്റിന്റെ ഇലക്ഷൻ ജയിക്കാൻ പോകുന്ന 2029 പാർലമെന്റ് ഇലക്ഷന് നിങ്ങൾ നടത്തുന്ന ഇത്തരം ചെറിയ കാൽവെപ്പുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് ആശംസകളായിട്ട് പറയാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ. അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം നടത്തുന്നതാണ് പ്രവർത്തനങ്ങൾ എന്നോ ആളുകളുടെ മുന്നിലേക്ക് വാർത്തകളായി മാറേണ്ടതാണ് പ്രവർത്തനങ്ങളോ എന്നുള്ള രീതികളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്ന വിധമുള്ള പ്രവർത്തനങ്ങളായി മാറ്റി അതിൽ നിന്ന് അവരത് ഏറ്റെടുക്കുന്ന ഒരു നാളത്തിൽ നിന്ന് മറ്റൊരു നാളത്തിലേക്ക് പകർന്ന് ആ ദീപശിഖ ഇങ്ങനെ കൈമാറി അതൊരു മഹാ അഗ്നിയായി മാറുന്ന ഒരു പ്രതിഭാസമായി കോൺഗ്രസ് എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുഴുവൻ ആളുകൾക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഉണ്ടാകണം. ആ രാഷ്ട്രീയത്തിനെയാണ് ഈ ഇന്ത്യ ഇനി നെഞ്ചേറ്റുക. ആ ആത്മാർത്ഥതയുടെ രാഷ്ട്രീയത്തിനാണ് ഇന്ത്യൻ ജനത മാർക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് താൽക്കാലിക രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന സംഘപരിവാരത്തിനെതിരെ അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടിയുള്ള നിയോഗം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ BJP-യെയോ RSS-നെയോ നമുക്ക് ഒതുക്കി നിർത്താൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തിനും അപ്പുറം ഇന്ത്യയിൽ നിന്ന് തന്നെ ആ ചിന്താധാരയെ ഇല്ലാതെയാക്കണമെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടക്കേണ്ടത് എന്നും അതിനു വേണ്ടത് മതേതരത്വ ബോധമാണ് എന്നും അതിനു വേണ്ടത് ജനാധിപത്യ മൂല്യങ്ങളിൽ ഭരണഘടന എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരൻ തുല്യാവകാശമുള്ള പൗരനായി മാറുന്നത് എങ്ങനെയെന്നും സമുദായത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ എങ്ങനെയാണ് സാഹോദര്യം പടുത്തുയർത്തേണ്ടത് എന്നും സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു മാനവികതയുടെ വലിയൊരു സാഹോദര്യത്തിന്റെ സന്ദേശം പ്രിയദർശിനിയുടെ പേരിൽ കൾച്ചറൽ സെന്റർ എന്ന് പേരിട്ട് നടത്തുന്ന ഈ സംഘടനയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കണം. വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, ഈ പ്രദേശത്തിൽ നിന്ന് ഈ നാടിന്റെ പേര് യശസ് ഉയർത്തിയ ആളുകൾക്കുള്ള അഭിനന്ദനം, അങ്ങനെ ഇവിടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പ്രോത്സാഹനം, അങ്ങനെ 100-ലേറെ ട്രോഫികൾ ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വിശിഷ്ടാതിഥികളെ നിങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരോരോരുത്തരും നിങ്ങളോട് സംസാരിക്കാനും ഇരിക്കുന്നു. ഈ പരിപാടി കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള കൃത്യമായ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നും PT അജയമോഹൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം വഹിക്കുന്ന ഒരു മഹത് വ്യക്തി അടക്കം നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുണ്ടാകുമ്പോൾ മുന്നോട്ട് പോകേണ്ടത് കൃത്യമായ പദ്ധതികളോടെ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ജനങ്ങൾക്കിടയിലുള്ള ആ ആഘോഷങ്ങൾ തന്നെയാണ് ഈ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ നിലനിർത്തുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർച്ച അവകാശപ്പെടാവുന്ന ഒരു സംഘടനയായി എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു പോരാട്ടത്തിന്റെ ആദ്യത്തെ ദശകം, ആദ്യത്തെ പതിറ്റാണ്ടാണ് ഇപ്പൊ പിന്നിട്ടിരിക്കുന്നത് എന്നും പോയ 10 വർഷങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം അടുത്ത 10 വർഷങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു സംഘടനയായി ഈ പ്രദേശത്തിന്റെ കൂട്ടായ്മയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്നും
അതിന് ഇതിന്റെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവരും മറ്റുള്ള ഇതിന്റെ അനുഭാവം ഉള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി പ്രിയദർശിനി ഏർപ്പെടുത്തിയ